ഈ മുഹൂർത്തത്തിൽ നമുക്ക് യോഗ നടപടികളിലേക്ക് കടക്കാം. ആദ്യമായി സ്വാഗത പ്രസംഗമാണ്. A pleasing personality in Norak family. നൊറാക് കുടുംബത്തിൽ എന്നും സ്വന്തം പങ്കാളിത്തം കൊണ്ടും സഹോദരനും കൊണ്ടും കൈത്താങ്ങായി കൂടെ നിൽക്കുന്ന നൊറാക് അഡ്വൈസറി ബോർഡ് മെമ്പർ ശ്രീ സേവ്യർ ജോസഫിനെ സ്വാഗത പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Ladies and gentlemen, it's our pleasure to welcome Sri Xavier Joseph for the welcome speech. ഭാരതം എന്ന് കേട്ടാൽ ബാക്കി നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അറിയുമെന്ന് ചോദിക്കാൻ കൂടിയാണ്. അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാൽ തുടിക്കണം നാം ഞരമ്പുകളിൽ എത്തും. ഭാരതീയ വികാരം ഉൾക്കൊണ്ടുകൊണ്ട്, ഈ പറഞ്ഞ അഭിമാന വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതത്തിൻ്റെ 64ാമത് സ്വാതന്ത്ര്യദിന ആഘോഷം നൊറാക്കിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അവസരത്തിൽ ഈ ചെറിയ കൂട്ടായ്മയിൽ ഭാരത മക്കളോടൊത്ത് അഭിമാനപൂർവമായിട്ട് ഈ അവസരം കൊണ്ടാടുന്നതിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആദ്യമായി പ്രസിഡന്റ് ഓഫ് ദി നൊറാക് മിസ്റ്റർ ജഗിമോൻ ജോസഫ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയേണ്ടതല്ല. ആരുടെയും പ്രവർത്തനങ്ങളെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല. നമുക്കെല്ലാവർക്കും ഓരോ വ്യക്തിത്വങ്ങളെയും വളരെ പരിചിതമായിട്ടുള്ളതാണ്. ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ എബ്രഹാം മാത്യുവിനെയും ഈ അവസരത്തിൽ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എപ്പോഴും എല്ലാ കാര്യങ്ങളിലും നമ്മളോടുകൂടി സദാ ഉണ്ടായിരിക്കുന്ന ഡോക്ടർ ഹരീഷ് കുമാറിനെ സ്വാഗതം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്ത്രീ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കപ്പെട്ട നാനാവിധ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള, ഈ ദേശത്തെ നാനാവിധമായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ റൂബി ടീച്ചറിനെ ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മിസ്റ്റർ സണ്ണി വട്ടമല, വൈസ് പ്രസിഡന്റ് ഓഫ് നൊറാക്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ സജീവമായ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജോസഫ് മാത്യു വളരെയധികം നൊറാക്കിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന, വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന മിസ്റ്റർ ജോസഫ് മാത്യുവിനെയും ഞാൻ ഈ തരുണത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ താഹ സാഹിബ്, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മാതൃകയും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീ താഹ സാഹിബിനെയും ഞാൻ ഈ തരുണത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ പരിപാടികളെല്ലാം കോർഡിനേറ്റ് ചെയ്യുവാനും ഈ കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ച് ഇതിനെ ഇത്രയധികം ഗംഭീരമാക്കുവാനും വേണ്ടിയിട്ട് സദാ പ്രയത്നിച്ച മിസ്റ്റർ സജിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അല്പം അകലെയാണ് ഇരിക്കുന്നതെങ്കിലും എന്തുകൊണ്ടെന്നോ സ്റ്റേജിലിരിക്കുക നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവ സാന്നിധ്യവും ഊർജ്ജസ്വലനായ വ്യക്തിത്വവും പ്രകടിപ്പിക്കുന്ന ശ്രീ നൈസാം കോട്ടയത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുക. അതോടൊപ്പം തന്നെ നൊറാക് ഫാമിലിയുടെ, നൊറാക് കുടുംബത്തിൻ്റെ എല്ലാ വ്യക്തിത്വങ്ങളെയും, സഹോദരങ്ങളെയും കുഞ്ഞുമക്കളെയും, നമ്മുടെ ക്ഷണമനുസരിച്ച് ഇവിടെ വന്നിരിക്കുന്ന മറ്റ് ഗസ്റ്റുകളെയും, കോട്ടയവും കോട്ടയേതര ഡിസ്ട്രിക്റ്റുകളിൽപ്പെട്ട ആൾക്കാരും ഉണ്ടായിരിക്കാം, ഏവരെയും ഞാൻ ഈ തരുണത്തിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഇന്നത്തെ ഈ പരിപാടി അല്പം കുളിപ്പിക്കുവാനും മേളം പകരുവാനും വേണ്ടിയിട്ട് അനേക കുഞ്ഞുങ്ങൾ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല, എങ്കിലും വ്യക്തിപരമായിട്ട് പേര് എടുത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കാരണം ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയില്ല. നിരഞ്ജനെ പേഴ്സണലായിട്ട് അറിയായിരുന്നു, നിരഞ്ജൻ എത്തിട്ടില്ല. അതുപോലെ ഉരൈസജി, പിന്നെ
മാസ്റ്റർ ആദിത്യ ബിനു, ഡാൻസിൻ്റെ ട്രൂപ്പിൽപ്പെട്ട മാനസ മധുസൂദനൻ, പിന്നെ സലാം കോട്ടയം, സലാം മിമിക്രിയ ബിജു മുണ്ടക്കയം, മുണ്ടക്കയത്തിട്ടുണ്ടോ മിസ്റ്റർ ബിജു മുണ്ടക്കയം. അതുപോലെ തന്നെ ഈ വ്യക്തിത്വങ്ങളെ ഓരോരുത്തരെയും, ഈ കുഞ്ഞുങ്ങളെയും ഈ വ്യക്തിത്വങ്ങളെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതിക്കുവാനായിട്ട് വളരെ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അത് ക്ഷമിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി തന്നെ കടന്നു വന്നിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങളെയും, ഇത് ഓർഗനൈസ് ചെയ്യാനായിട്ട് മുൻകൈ എടുത്തിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങളെയും, നൊറാക്കിൻ്റെ സാരഥികളെയും, അതുപോലൊപ്പം ആങ്കറേജ് ചെയ്യുവാനായിട്ടും നമ്മളുടെ കൂടെ ഒപ്പം സദാ ഉണ്ടായിരിക്കുന്ന സിന്ധുവിനെയും ഈ തന്നത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നൊറാക്കിൻ്റെയും എൻ്റെയും പേരിൽ ഈ ചടങ്ങിലേക്ക് ഹാർദവമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചടങ്ങിൽ വിരമിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് നൊറാക്ക്. താങ്ക് യു സർ. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. നൊറാക്ക് എന്ന ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശയ രൂപീകരണം മുതൽ അത് പ്രാവർത്തികമാകുന്നതുവരെ ഓരോ ഘട്ടങ്ങളിലും എന്തിനും ഏതിനും മുന്നിൽ നിൽക്കുന്ന ശ്രീ ജഗിമോഹൻ ജോസഫ്, എ മാൻ ടോട്ടലി ഡെഡിക്കേറ്റഡ് ഫോർ ദിസ് ഓർഗനൈസേഷൻ. നൊറാക്കിന്റെ പ്രിയ വൈസ് പ്രസിഡന്റ് ശ്രീ ജഗിമോഹൻ ജോസഫിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. വിത്ത് ഗ്രേറ്റ് പ്ലഷർ ഐ ഇൻവൈറ്റ് ശ്രീ ജഗിമോഹൻ ജോസഫ് ഫോർ ദ പ്രസിഡൻഷ്യൽ അഡ്രസ്. ആദരണീയനായ ചെയർമാൻ ശ്രീ എബ്രഹാം മാത്യു, കൺവീനർ സജി വർഗീസ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രീ സേവ്യർ ജോസഫ്, ശ്രീമതി റൂബി ടീച്ചർ, ഡോക്ടർ ഹരീഷ് കുമാർ, നൈസാം കോട്ടയം, ശ്രീ എഹം താഹ, ജോസഫ് മാത്യു, സണ്ണി ജോസഫ്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കോട്ടയം ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങളെ, സഹപ്രവർത്തകരെ, പ്രിയ സഹോദരന്മാരെ, നാളെ കഴിഞ്ഞ് ജനുവരി 26-ന് നമ്മുടെ രാജ്യം 64ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ പ്രത്യേക സാഹചര്യം വെച്ചിട്ട് ഒരു ദിവസം മുമ്പേ ആ ആഘോഷ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുക. ആദ്യമേ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്കേവർക്കും നോൺ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ 1000 റിപ്പബ്ലിക് ദിന ആശംസകൾ നേടുക. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും 1950 ജനുവരി 26-ന് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ട അന്നാണ് നമ്മുടെ രാജ്യം ഒരു പൂർണ്ണ ജനാധിപത്യ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത്. അന്ന് മുതൽ ജനുവരി 26 നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 17 വർഷം രാജ്യത്തെ നയിച്ചുകൊണ്ട് ജനാധിപത്യ ഇന്ത്യയെ ഒരു ആധുനിക രാഷ്ട്രമാക്കി വളർത്തി. കോളനി ഭരണത്തിൽ നിന്നും മാറി സ്വതന്ത്ര ഭരണത്തിലേക്കും സമ്പദ്ഘടനയിലേക്കും കടന്നപ്പോൾ നേരിടേണ്ടി വന്ന ബാഹ്യവും ആഭ്യന്തരവുമായ നിരവധി വിഷയങ്ങളെ നിശ്ചയദാർഢ്യത്തോടുകൂടി നേരിടുന്നതിൽ നെഹ്റു കാണിച്ച ധൈര്യവും ദീർഘവീക്ഷണവുമാണ് ആധുനിക ഇന്ത്യയുടെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയുടെ അടിസ്ഥാനം.
ഞാൻ ഒരു ദീർഘമായ ചരിത്രം ഇവിടെ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആമുഖമായി ഞാനിതിവിടെ സൂചിപ്പിച്ചത്, നമുക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഒരു മുട്ടുസൂചി പോലും ഉണ്ടാക്കുവാനുള്ള സാങ്കേതിക വിദ്യ ഇല്ലായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് സമസ്ത മേഖലയിലും വൻപിച്ച നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം ഇന്ന് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുക. ഇതിവിടെ പറയാൻ കാരണം, ഏതൊരു രാജ്യത്തിൻ്റെയും സമ്പൂർണ്ണ വികസനത്തിന് ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവുമുള്ള ഭരണാധികാരികളും ഭരണകൂടങ്ങളും അനിവാര്യമാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒരുപക്ഷെ നമ്മളെല്ലാം വായിച്ചതാണ്. നമ്മുടെ രാജ്യത്ത് ഡീസലിന് വില ഓരോ മാസവും 50 പൈസ വെച്ച് കൂട്ടുകയാണ്. അത് ഇപ്പം തന്നെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. പൊതുവിപണിയിൽ 50 പൈസ ഡീസലിന് വില വർദ്ധിക്കുമ്പോൾ KSRTC പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 10 രൂപയിലധികം 1 ലിറ്ററിന് അധികം കൊടുക്കേണ്ടതായിട്ട് വന്നിരിക്കുക. അത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, കേരളത്തിൽ ഏതാണ്ട് 50% വരുന്ന KSRT ബസ്സുകൾ സർവീസ് നടത്തിയിട്ടില്ല. KSRTC പറയുന്നത് മുമ്പ് എത്ര രൂപയ്ക്ക് ഡീസൽ വാങ്ങിക്കൊണ്ടിരുന്നോ അത്രയും രൂപയ്ക്ക് ഡീസൽ വാങ്ങിക്കൊണ്ട് ആ ഡീസൽ ഒഴിച്ചുകൊണ്ടുള്ള സർവീസുകൾ മാത്രമേ നടത്താൻ കഴിയുള്ളൂ എന്നാണ്. ഭരണതലത്തിൽ ഒരു പ്രാവീണ്യവുമില്ലാത്ത നമ്മുടെ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു, KSRTCക്ക് ഞങ്ങൾ പൊതുവിപണി വിലയ്ക്ക് ഡീസൽ നൽകാം. അപ്പം ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് പൊതുവിപണിയിൽ നിന്നും ഡീസൽ വാങ്ങിക്കൊണ്ട് ഏതാണ്ട് 38 ലക്ഷത്തിലധികം ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ ട്രാൻസ്പോർട്ട് സംവിധാനം മുടക്കം കൂടാതെ നടത്തുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഇത് പറയുവാൻ കാരണം, നമ്മുടെ ഏത് സംസ്ഥാനത്തിൻ്റെ ആണെങ്കിലും രാജ്യവ്യാപകമായിട്ടാണെങ്കിലും ഒരു രാജ്യം പൂർണ്ണമായി വികസിക്കണമെങ്കിൽ ഇച്ഛാശക്തിയും ദീർഘവീക്ഷണമുള്ള ഭരണകൂടങ്ങളും ഭരണകർത്താക്കളും നമ്മുടെ രാജ്യത്തുണ്ടാകേണ്ട അനിവാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഭരണകൂടവും ഭരണകർത്താക്കളും നമ്മുടെ രാജ്യത്തുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ധീരരക്തസാക്ഷികൾക്ക് മുമ്പിൽ 1000 റോസാപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിനത്തിൻ്റെയും പുതുവത്സരത്തിൻ്റെയും 1000 ആശംസകൾ നേർന്നുകൊണ്ട് 2013 സമ്പൽ സമൃദ്ധിയുടെയും സർവ്വ ഐശ്വര്യങ്ങളുടെയും ദിനങ്ങളായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു മിസ്റ്റർ ജഗിമോൻ. ഔദ്യോഗിക ചടങ്ങുകൾക്ക് നന്ദി കുറിച്ച് ഇനി ഒരു ഗാനമാകാമല്ലേ? ഒരു ഓപ്പണിംഗ് സോങ്ങിലൂടെ നമ്മൾ ഉത്സാഹം നിറയ്ക്കാൻ മുന്നിലെത്തുകയാണ് ദമാമിൽ എല്ലാ സാംസ്കാരിക പരിപാടികളിലും ശ്രദ്ധായ കലാകാരനായ ശ്രീ സുരേഷ്.
താങ്ക് യു മിസ്റ്റർ സുരേഷ്. അടുത്തതായി ഉദ്ഘാടന ചടങ്ങാണ്. അതിലേക്കായി നാം ക്ഷണിക്കുന്നത് മറ്റാരെയുമല്ല, നൊറാക്കിന്റെ ചെയർമാൻ എന്നതിലുപരി സംഘടനാ പ്രവർത്തനങ്ങൾക്കായി സ്വന്തം സമയവും സഹകരണവും മുഴുവൻ അർപ്പിച്ച് എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ എബ്രഹാം മാത്യുവിനെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കുകയാണ്. It's our pleasure and honor to invite Sri Abraham Matthew for the inaugural address. യോഗത്തിന്റെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ജെയ്മോൻ ജോസഫ്, വേദിയിൽ സന്നിധരായിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, കോട്ടയം ജില്ലക്കാരായ എൻ്റെ സുഹൃത്തുക്കളും അയൽ ജില്ലക്കാരും കൂട്ടുകാരുമായ എല്ലാ സുഹൃത്തുക്കളും എല്ലാ സഹോദര സഹോദരന്മാർക്കും ആദ്യമായി ഞാൻ റിപ്പബ്ലിക് ഡേ ആശംസ നേരുകയാണ്. ഒപ്പം പുതുവർഷത്തിൻ്റെയും ആശംസകൾ നിങ്ങൾക്ക് നേരുന്നു. ഒരു നല്ല പാട്ട് ആസ്വദിച്ചതിന് ശേഷം എനിക്ക് കഠിനമായ കോഡുള്ളത് കൊണ്ട് ഈ സൗണ്ട് എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാവുന്നില്ല. ഇനിയും അനേകം പരിപാടികൾ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു ദീർഘപ്രസംഗം നടത്തി നിങ്ങളെ ബോറടിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഒരു മുഷിവുണ്ടാക്കാത്ത രീതിയിൽ കളത്തിലേക്ക് കടന്നുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സൗദി അറേബ്യയുടെ ഈസ്റ്റേൺ പ്രോവിൻസിൽ ഏറ്റവും അവസാനമായി രൂപീകരിച്ച ഒരു സംഘടനയാണ് നോൺ റെസിഡൻസ് അസോസിയേഷൻ ഓഫ് കോട്ടയം. ഈ പ്രദേശത്ത് മറ്റു എല്ലാ ജില്ലക്കാരുടെയും ഈവൻ താലൂക്ക് ലെവലിലും പഞ്ചായത്ത് ലെവലിലും വരെയും സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന കോട്ടയം ജില്ലക്കാരുടെ ഒരു സംഘടന ഉണ്ടാകേണ്ട ആവശ്യകത അവസാനം നമ്മൾ മനസ്സിലാക്കി. എന്നാലും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല ഈ സംഘടനയിലെ മുഴുവൻ കോട്ടയംകാരും പങ്കാളികളായി എന്ന് ഞങ്ങൾക്ക് അവകാശമില്ല. പക്ഷെ ഒരു കാര്യം തർപ്പിച്ചോ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, കോട്ടയം ജില്ലക്കാരും അല്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ അല്ലാത്തവരായ എല്ലാ കേരളീയരും അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരൻ്റെയും ഏതൊരു വിഷയത്തിന് ഇടപെടുവാൻ 24 മണിക്കൂറും തയ്യാറായിട്ടുള്ള ഒരു ടീം ഞങ്ങളുടെ ഭാഗത്തുണ്ട്. അത് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സന്നദ്ധത ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ ഉണ്ടാകാവുന്ന തൊഴിൽ പ്രശ്നങ്ങളാകട്ടെ, എംബസിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ, പോലീസ് കേസ്, ലേബർ കോർട്ടുള്ള കേസുകളായിക്കോട്ടെ, നമ്മുടെ ജില്ലക്കാരുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഞങ്ങളിൽ കഴിയാവുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഏത് സമയത്തും ഈ കോട്ടയംകാരുടെ ഒപ്പം ഉണ്ടാകുമെന്നും ഏത് സമയത്തും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള വിവരവും ഇവിടെ സന്തോഷവും അറിയിക്കുകയാണ്. നമുക്കറിയാം, കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത ഉദ്യോഗ രംഗത്ത് ഏറ്റവും ശോഭിച്ചിരുന്ന ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീ കെ നാരായണൻ വരെ ജനിച്ചു വളർന്ന നമ്മുടെ ജില്ല. അഭിമാനത്തോടെ ഈ ജില്ലയുടെ അന്തസ്സും യശസ്സും ഉയർത്തി വളർത്തുവാൻ കോട്ടയം ജില്ലക്കാരായ നാം എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ സുഹൃത്തുക്കളെ കോട്ടയം ജില്ലക്കാരെ ഒന്നിച്ചു കൂട്ടുക, നമ്മൾ കുടക്കഴിൽ കൊണ്ടുക, ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ ഒരു സാമൂഹിക സംഘടനയായി ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പ്രത്യേകമായി ഒന്നുകൊണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. സാന്ദർഭികവശാല് ഇന്ന് നമ്മുടെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ചില കാര്യങ്ങളിലേക്ക് മാത്രം ഞാൻ വിരലിച്ചൂടി അവസാനിപ്പിക്കാം. ഒന്ന്, അറിവിനല്ല അല്ലെങ്കിൽ പവറിനാണ് അല്ലെങ്കിൽ അധികാരത്തിനാണ് പ്രാമുഖ്യം എന്നൊരു സംവിധാനം നമ്മുടെ രാജ്യത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. വിവേകമുള്ള നേതാക്കള്, ശാന്തദൃഷ്ടികളായ നേതാക്കള്, നല്ല വിഷയുള്ള നേതാക്കൾ രാജ്യത്തിന്റെ സ്വത്താണ്. പക്ഷെ അതിലുപരി ഇന്ന് അധികാരത്തിന്റെയും പണത്തിന്റെയും പിന്നാലെയും കടന്നു പോകുന്ന ഒരു സംവിധാനത്തേക്ക് നമ്മുടെ രാജ്യം കടന്നു പോകുന്നു. അധികാരത്തിന് മുൻതൂക്കം അറിവിന് പിൻഭാഗം പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇതിനു മുമ്പ് എന്നെ ഇവിടെ പ്രസംഗിച്ച പ്രാസംഗികൻ പറഞ്ഞതുപോലെ ഇന്ന്
ദിവസവും നമ്മൾ പത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും ആയിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കേണ്ട, നമ്മളെ സംരക്ഷിക്കപ്പെടേണ്ട മഹതികൾ ആക്രമിക്കപ്പെടുന്ന വളരെ ലജ്ജാപരമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതിനെതിരായിട്ട് പ്രതികരിക്കുവാൻ, ഒരു ചെറുവിലടിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുമക്കളും നാളെ വളർന്നു വരേണ്ടവരാണ്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. നമുക്കും ഈ രാജ്യത്ത് ഒരു പൗരനായിട്ട് ജീവിക്കുവാനും നമ്മളെ പോലെ ജീവിക്കാൻ അവകാശവും അവർക്ക് കൊണ്ട് നാം മറക്കരുത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. കാരണം ഇനിയും നമ്മുടെ പരിപാടികൾ ആരംഭിച്ചപ്പോൾ തന്നെ വളരെ ലേറ്റായി. ഇനിയും പല കലാപരിപാടികൾ നടത്താനുള്ളത് കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരെയും പ്രസൻസാണ് ഈ പരിപാടിയുടെ വിജയമെന്നും ഒരിക്കൽ കൂടി ഈ സംഘടനയുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇനി എല്ലാ പ്രവർത്തനങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായവും സഹകരണവും ഇനിയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ ചെറിയൊരു വാക്കിൽ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ ഔദ്യോഗിക ചുമതലയായിരുന്നു ഈ യോഗം ഉദ്ഘാടനം. ഏതായാലും ബഹുമാനപ്പെട്ട റോയിമാ എന്നെ ഓർപ്പിച്ചത് വളരെ നന്നായി. രണ്ടാമത്തെ ടീച്ചറിന്റെ അത്രയുള്ള എക്സ്പീരിയൻസ് എനിക്കില്ലാത്തതുകൊണ്ടാവാം. എനിവേ നമ്മൾ നോക്കുക, ഒരു മഹതിയുടെ മൈൻഡ് എത്രമാത്രം വർക്ക് ചെയ്തു. ഞാനത് സമ്മതിക്കുന്നു. ഈ യോഗം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനത്തിനായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സാർ. ഇനി ഒരല്പം കുസൃതിയും അതിനൊരല്പം കാര്യവും. ഒരാലസ്യത്തിലാണ്ട് പുസ്തകമൊക്കെ കേട്ടിരിക്കുന്ന സദസ്യർക്കായി ഒരു ചോദ്യം. ഉത്തരം പറഞ്ഞാൽ രണ്ടാണ് കാര്യം. ഒന്ന്, ആകർഷകമായ ഒരു സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നു. രണ്ട്, ഇന്ത്യക്കാരനായ എനിക്ക് ഇന്ത്യയെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം എന്ന് അഭിമാനിക്കാം. എന്താ, റെഡിയല്ലേ? ശരി. നമ്മുടെ ദേശീയ പതാക ആദ്യമായി രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ആദ്യം കൈ ഉയർത്തുന്ന ആളെ ആരെങ്കിലും? കൺഗ്രാജുലേഷൻസ്. വെങ്കയ്യ എന്ന വ്യക്തിയാണ് 1916 ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി രൂപകൽപ്പന ചെയ്തത്. അഭിമാനിക്കാം, നമ്മളിൽ നിന്നൊരു സ്ത്രീരത്നം ഇതറിയുന്നു എന്നത്. ഇനി ഒരു ആശംസാ പ്രസംഗമാണ്. വേദിയിലെത്തുന്നത് ദമാമിൽ നടക്കുന്ന ഓരോ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായ മനുഷ്യസ്നേഹിയായ ഒരു സഹൃദയൻ. നറാക്ക് എന്ന നമ്മുടെ കുടുംബത്തിലും നിറസാന്നിധ്യമാണ് ഇദ്ദേഹം. ഡോക്ടർ ഹരീഷ് കുമാർ എന്ന ആ പ്രതിഭയെ ഈ ആശംസാ പുസ്തകത്തിനായി ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. Vice President Jekmohan Joseph, Chairman Abraham, Ruby Teacher, Samuel, Joseph Matthew, Sunny, Seth, എല്ലാവരും പേര് കറക്റ്റായിട്ടാണ് ഇവിടെ. വേദിയിലിരിക്കുന്ന എല്ലാ വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന നൊറ കുടുംബങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, ആദ്യമായി ഇതുപോലൊരു റിപ്പബ്ലിക് ഡേ പരിപാടി നടത്താൻ സന്നദ്ധ കാണിച്ച നമ്മുടെ നോറാക്ക് കുടുംബത്തിലെ ഓരോരുത്തർക്കും ഞാൻ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഇന്നത്തെ റിപ്പബ്ലിക് ദിനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരാൻ ഈ സമയം കണ്ടെടുക്കുന്നു. അതുപോലെ ഇതിനു വേണ്ടി റിപ്പബ്ലിക് ഡേ ദിനത്തിന്
ഈ വർഷം നമുക്ക് വേണ്ടി രാജ്യത്തിനോട് പൊരുതി വിജയിച്ച ഓരോ നമ്മുടെ ധീരന്മാർക്കും നമുക്ക് വേണ്ടി രാജ്യത്തിന് ബലിയർപ്പിച്ച ഓരോരുത്തർക്കും ഞാൻ ഈ സമയം അവർക്ക് വേണ്ടി ഓർമ്മിക്കുന്നു. അതുപോലെ ഞാൻ ഒരു ആശംസ പ്രസംഗത്തിന് ഒന്നും തയ്യാറെടുപ്പില്ല. ഇവിടെ എത്തിയപ്പോഴാണ് ആശംസ പ്രസംഗം ഉണ്ടാവണമെന്ന് ജഗ്മോഹൻ പറഞ്ഞത്. ഞാനൊരു ഡോക്ടറായിട്ട് ഇരിക്കുമ്പോൾ ആശംസ പ്രസംഗം അതിനെപ്പറ്റി ഒരു വിഷയമായിരുന്നെങ്കിൽ ഞാൻ പറയാൻ പ്രശ്നമില്ലായിരുന്നു. എന്നാലും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മുടെ പ്രവാസി ജീവിതത്തിൽ കണ്ടുവരുന്ന ഓരോ അസുഖങ്ങളും നമ്മൾ അതിനു വേണ്ട മുൻകരുതൽ എടുക്കണമെന്ന് പറയാൻ ഞാൻ ഈ സമയം കണ്ടെടുക്കുന്നു. അതുപോലെ ഇവിടെയുള്ള ഓരോ പ്രവാസികൾക്കും ഉണ്ടാകുന്ന പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോള്, ഹൃദയ അസുഖങ്ങൾ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഓരോരുത്തരും നേരത്തെ മുൻകരുതൽ എടുത്താലേ ഇതിന് നമ്മൾ മുന്നോട്ട് അതിനുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാതിരിക്കുന്നുള്ളൂ. അതിന് വേണ്ടത് അസുഖം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതല്ല, അസുഖം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം. അതുകൊണ്ട് ചിട്ടയായ ആഹാര ക്രമീകരണം, വ്യായാമം, ഇതാണ് ഏറ്റവും കൂടുതൽ ഓരോ പ്രവാസികളും ചെയ്യേണ്ടത്. അത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ മിക്ക പ്രവാസികളും ആശുപത്രി വരുന്നത് പ്രമേഹം നോക്കാനും, രക്തസമ്മർദ്ദം നോക്കാനും, കൊഴുപ്പ് നോക്കാനും, അത് കഴിഞ്ഞ് ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കാതെ പിന്നെ പ്രത്യാഘാതങ്ങൾ വന്ന് കിഡ്നിയെ ബാധിച്ച്, തലച്ചോറിനെ ബാധിച്ച്, അവസാനം ഹൃദയാഘാതം ബാധിച്ച് മരണമടയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിന് നമ്മൾ വേണ്ടത് ചിട്ടയായ ആഹാര ക്രമീകരണം. സാധാരണ ഈ നമ്മൾ പ്രമേഹമുള്ളവർക്ക് പഞ്ചസാര, ശർക്കര, തേന് അങ്ങനെയുള്ള ആഹാരങ്ങൾ, കൊഴുപ്പുള്ളവർ നമ്മൾ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, അതായത് കൂടുതലുള്ള റെഡ് മീറ്റൊക്കെ ഒഴിവാക്കുക. അതുപോലെ ചിട്ടയായിട്ടുള്ള ആഹാരങ്ങളും മാത്രമല്ല, നമ്മൾ എല്ലാവരും അത്യാവശ്യം വേണ്ടത്, ഇവിടെ ഏത് രോഗികൾ നമ്മൾ പറഞ്ഞാലും അവർ പറയും സമയമില്ലാത്തത് കൊണ്ട് എല്ലാവരും നടക്കാൻ പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം തണുപ്പാണ്, പിന്നെ പറയും അത് ചൂടത്ത് നടക്കാൻ പറ്റില്ല, പിന്നെ ആകെ കുറച്ച് സമയമുള്ളൂ നമുക്കിവിടെ അല്ലാത്ത സമയം. ആ സമയത്ത് ഭയങ്കര ടെൻഷൻ പിടിച്ച ജോലിയാണ്. ശരിയാണ്, നമുക്ക് വിചാരിച്ചാൽ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ശരിയായിട്ട് ചിട്ടയായിട്ടുള്ള ആളുകൾ മിക്കവാറും കാണാറുണ്ട്. അവരുടെ രക്തസമ്മർദ്ദം വളരെ നോർമലായിരിക്കും, കൊഴുപ്പ് നോർമലായിരിക്കും, പ്രമേഹം നോർമലായിരിക്കും. അതുകൊണ്ട് അവർക്ക് പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ രോഗികളെല്ലാം ഒരു 15 വർഷം കഴിയുമ്പോൾ കിഡ്നിയെ ബാധിച്ചും, മറ്റേ രക്തസമ്മർദ്ദം തലച്ചോറിനെ ബാധിച്ചും, അതുപോലെ രക്തക്കുഴൽ വന്നിട്ട് കാലിലെ ഞരമ്പുകളെ ബാധിച്ചും ഞാൻ വളരെയധികം കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ദിവസത്തിൽ നമ്മളെല്ലാവരും ഒരു ആഹാര ക്രമീകരണം നടത്തുകയും നമ്മൾ ചിട്ടയായ വ്യായാമം ചെയ്യുകയും അതുപോലെ വരാതിരിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റുകൾ ചെയ്തും അവർക്ക് ഒരു നല്ല ജീവിതം നയിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പിന്നീട് വരുന്ന ഓരോ പ്രത്യാഘാതങ്ങളും നമ്മൾ നേരിടേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് നമുക്കല്ല, ബാക്കിയുള്ളവർക്കാണ് അതിനുള്ള നഷ്ടമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഒരു സന്ദേശം പറഞ്ഞുകൊണ്ട് ഈ റിപ്പബ്ലിക് ദിനത്തിന് എല്ലാവിധ ആശംസകളും നേർന്ന് ഞാൻ നിർത്തുന്നു. താങ്ക് യു സർ. ഇനി ആശംസയുമായി മുന്നിലെത്തുന്നത് അധ്യാപികയായും വിദ്യാഭ്യാസ സാംസ്കാരിക നിറസാന്നിധ്യമായും ഒക്കെ നമുക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം റൂബി ടീച്ചറാണ്. റൂബി ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗാധ്യക്ഷൻ മിസ്റ്റർ ജഗിമോൻ ജോസഫ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, എൻ്റെ നാട്ടുകാരും നൊറാക്ക് കുടുംബാംഗങ്ങളുമായിരിക്കുന്ന മാന്യ സദസ്സിനും കുഞ്ഞുങ്ങൾക്കും ആദ്യമേ തന്നെ ഞാൻ റിപ്പബ്ലിക് ദിനാശംസകൾ നേരുകയാണ്. എന്നാൽ വളരെയധികം അപ്രതീക്ഷിതമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങളുടെ വേഷം കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വൈകുന്നേരം 8 മണി വരെയും സ്കൂളിലൊരു പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങി പോവുകയായിരുന്നു.
വീടെടുക്കാറായപ്പോൾ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു റോസ് റെസ്റ്റോറൻറ്റ് വരെ ഒന്ന് പോകണം, ഞാൻ പുറകെ അങ്ങ് വന്നേക്കാമെന്ന്. അത് കേട്ട ഉടനെ ഞാൻ ഇവിടേക്ക് കടന്നു വന്നു. ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ സിന്ധു വിളിക്കുന്ന നൊറാ കുടുംബത്തിലെ വീട്ടമ്മയായ റൂബി ടീച്ചർ വേദിയിലേക്ക് കടന്നു വരണമെന്ന്. ഞാൻ പക്ഷെ കേട്ടത് മൂത്തമ്മയായിട്ടുള്ള റൂബി ടീച്ചർ കടന്നു വരണമെന്നാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇവിടെ കടന്നു വന്നിരിക്കുന്ന സ്ത്രീജനങ്ങൾക്ക് ഇടയിൽ 3 വലിയ മക്കളുടെ അതുപോലെ 2-2.5 മരുമക്കളുടെ ഒക്കെ അമ്മയായിരിക്കുന്ന ഞാനായിരിക്കും ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സ്ത്രീകളെക്കാളിലും പ്രായം കൂടിയ ഒരു വ്യക്തി എന്ന നിലയിൽ ആ ക്ഷണത്തെ മാനിച്ചുകൊണ്ട് ഞാൻ സ്റ്റേജ് വരെ കയറി വന്നു. അപ്പോഴാണ് ആശംസ പറയണമെന്ന് പറയുന്നു. എന്താണ് ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും റിപ്പബ്ലിക് ദിനാശംസ ആയതുകൊണ്ട് അത് ആദ്യമേ തന്നെ ഞാൻ അങ്ങ് നേർന്നു. അതുപോലെ തന്നെ നമ്മുടെ ഏബ്രഹാം ഇവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ മറന്നുപോയ കാര്യം ജെഗിമോൻ ജോസഫ് അവിടെ നിന്ന് ചെറിയ ഓർപ്പിക്കുന്ന കേട്ടോണ്ടാണ് ഞാനത് അദ്ദേഹത്തെ അറിയിച്ചതെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ പ്രസംഗത്തിൽ നിന്ന് എനിക്ക് ഉപസംഹരിച്ചുകൊണ്ട് ഇപ്പം പെട്ടെന്ന് ഇരിക്കാമെന്ന് തോന്നുന്നു. എന്നാൽ ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നാം ഓരോരുത്തരും ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ നല്ല പ്രായത്തിൽ നമ്മുടെ ഹരിത കേരളം അല്ലെങ്കിൽ നമ്മുടെ ഉറ്റവരെയും ഉടയവരെയൊക്കെയും വിട്ടിട്ട് ജീവിത സംരംഭങ്ങളെയൊക്കെ തേടി ഈ മണലാരണ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നവരായ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നാടെന്താണെന്നോ നാട്ടുകാരെന്താണെന്നോ തിരിച്ചറിയാതെ ഇവിടെ വളർന്നു വരുമ്പോൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ കൂടി നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് നമ്മൾ തികച്ചും കൃതാർത്ഥനാണ്. ഇതുപോലെയുള്ള കൊച്ചു കൂട്ടായ്മകൾ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മുടെ ഭാവി തലമുറയിൽ ചെയ്യുന്നത്. കാരണം റിപ്പബ്ലിക് ദിനം എന്താണെന്നോ എന്തെങ്കിലും ഒരു പ്രസംഗത്തിന്റെ ഒരു സെന്റൻസിൽ കൂടെയെങ്കിലും അവർ മനസ്സിലാക്കുമെങ്കിൽ നമ്മൾ ചാരിതാർത്ഥ്യമുള്ളവരായി തീരും. മോഹൻലാൽ കൊണ്ട് പറയുന്നുണ്ട്, ആഘോഷിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ, നീ ഇല്ലാതെ എന്തൊരാഘോഷമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് ഗൾഫിലെ മലയാളികൾ നമുക്ക് എന്തെങ്കിലും ഒരു മുഖാന്തരത്തിന് വേണ്ടി നാം നോക്കിയിരിക്കുകയാണ് ആഘോഷങ്ങളൊക്കെ നടത്താനായിട്ട്. റിപ്പബ്ലിക് ദിനം നാളെ കഴിഞ്ഞേ എത്തുന്നുള്ളൂ. എന്നാൽ മുൻ പ്രാസംഗികൻ പറഞ്ഞ പോലെ കൂട്ടായ്മകളിലെ ഏറ്റവും ഇളം തലമുറക്കാരായ നമ്മൾ നൊറാ കുടുംബം ഒന്നിനും പിന്നിലല്ലെന്ന് തെളിയിച്ചുകൊണ്ട് 2 ദിവസം മുമ്പേ തന്നെ റിപ്പബ്ലിക് ദിനം ഇന്നിവിടെ ആഘോഷിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും കടന്നു വന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അതുപോലെ ഈ കൂട്ടായ്മയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും ആശംസകളും അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ നൊറാ കുടുംബം ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ സ്നേഹാദരവുകൾക്കും നന്ദിയും നമസ്കാരവും ഞാൻ പറയുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായിട്ട് വന്നെന്ന് പറയാനുള്ള കാരണം നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു സ്നേഹത്തിന് അതിനെ ഒന്ന് മാനിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. അത് ഇത്രയും വലിയൊരു വയ്യാവേലിയാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ കണിശമായിട്ട് വന്ന വഴി തന്നെ പോവുകയുള്ളായിരുന്നു. എന്നിരുന്നാലും ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു റൂബി ടീച്ചർ. ഏതായാലും റൂബി ടീച്ചറിനെ നമ്മൾ ആരും മൂത്തമ്മയെന്നൊന്നും വിളിക്കില്ല. ഞങ്ങൾ സഹപ്രവർത്തകർക്കിടയിൽ റൂബി ടീച്ചർ ഒരു എവർഗ്രീൻ ലേഡിയാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെ വിളിക്കും? മൂത്തമ്മയും. ഏതായാലും നമ്മുടെ കോട്ടയം ജില്ലയുടെ സ്വന്തമായ നവദമ്പതികളായ കപ്പിൾസ് ജിനു ആൻഡ് മേരി, ജോബിൻ ജോസഫ് ആൻഡ് രഞ്ജു എന്നിവർക്ക് നൊറാക്കിൻ്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുമുള്ള എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുന്നതിനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം അവർക്കായി ഒരു ഗാനവുമാകാം ഡെഡിക്കേഷൻ. അതിനായി മുന്നിലെത്തുന്നത് ഒരു ഗാനത്തിലൂടെ നമ്മുടെ മനം കുളിർപ്പിക്കാൻ റെഡിയായി ഒരു കൊച്ചു പിടിക്ക് എത്തിയിട്ടുണ്ട്. ദമാമിലെ എല്ലാ വേദികളിലും സ്വന്തം സ്വര സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയയായ സാന്ദ്ര ഡിക്സൺ. സാന്ദ്രയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ ഹലോ
താങ്ക് യു സാന്ദ്ര. അടുത്തതായി ഒരു ആശംസാ പ്രസംഗമാണ്. അതിനായി ദമാമിലെ സാംസ്കാരിക സാമൂഹ്യ സേവന മേഖലയിൽ എല്ലാ പ്രവർത്തനങ്ങളിലും മുമ്പിലുള്ള ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളിൽ ഒരാളായ സ്വന്തം പ്രവർത്തന ശൈലി കൊണ്ടും വ്യക്തിത്വം കൊണ്ടും നമുക്ക് ഇവർക്കും ഏറെ പ്രിയപ്പെട്ട നൊറാക് എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ നൈസാർ കോട്ടയത്തിനെ ഏറ്റവും സ്നേഹത്തോടെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട ജിഗ്മോൻ ജോസഫ്, ഞങ്ങളുടെ ചെയർമാൻ ശ്രീ എബ്രഹാം മാത്യു സാർ, വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇന്ന് നമ്മൾ ജനുവരി 26 റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ക്രിസ്മസും പുതുവത്സരവും നമ്മൾ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആദ്യമായി എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. അതോടൊപ്പം എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാഘോഷം കൂടെ നേരുന്നു. പ്രവാസ ലോകത്ത് അതിനിർണായകമായ മാറ്റങ്ങളുമായാണ് ഈ പുതുവർഷം നമ്മെ വരവേണ്ടത്. പ്രവാസ ജീവിതം തന്നെ അസാധ്യമായ തരത്തിൽ വിദേശ രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾ മാറിമറിയുകയാണ്. ലക്ഷക്കണക്കിന് പ്രവാസികൾ തിരിച്ചുപോക്കിൻ്റെ ആദിയിൽ കുടുങ്ങി തന്ത്രപരമാവുകയാണ്. വർഷങ്ങൾ കഠിനാധാനം ചെയ്തിട്ടും മറികട കാണാത്ത ബഹുഭൂരിപക്ഷം പ്രവാസികളുടെയും വേദനകൾ, ജീവിത പ്രശ്നങ്ങൾ നാം കാണാതെ പോകുന്നത്. തിരിച്ചുപോക്കിൽ കുറ്റടിക്കിൽ അനാഥമാകുന്ന ജീവിതങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന സഹായം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ഹരിതാഭമായ നമ്മുടെ നാടിൻ്റെ മഹനീയമായ മതേതര പൈതൃകം നെഞ്ചിലേറ്റിയാണ് നൊറാക്ക് പ്രവർത്തിക്കുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടക്കുന്ന അന്യായമായ വിലപേശലുകൾ, താല്പര്യങ്ങളും രാജ്യഹൃദയത്തെ വിഭജിക്കുന്നവരുടെയും ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മുടെ ഈ ഒത്തുചേരൽ മാതൃകാപരമാണ്. പ്രവാസ ജീവിതം ആഹ്ലാദകരമാക്കാൻ നാട്ടു സാഹചര്യങ്ങൾ മാറിയേ പറ്റൂ. കുടുംബങ്ങൾ നാട്ടിൽ ഭദ്രമാണെന്ന ഉറപ്പാണ് പ്രവാസത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് കരുത്തേരുന്നത്. എന്നാൽ നാട്ടിലെ നിന്നെത്തുന്ന മോഷണ, കൊലപാതക, പീഡന കഥകൾ നമ്മെ ഭയപ്പെടുത്തുന്നു. നമ്മളയക്കുന്ന കൊച്ചു തുകകൾ കൊണ്ട് വീടുകൾ പുലരണമെങ്കിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തിയേ മതിയാവും. അതിനായി സർക്കാരുകളുടെ മേൽ നമ്മൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യമുണ്ട്. പതിറ്റാണ്ടുകൾ നീളുന്ന ജീവിത സന്യാസത്തിൽ ഹോമിക്കുന്നവരാണ് നമ്മൾ പ്രവാസികൾ. നമുക്ക് നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലെ സംഘടിത ശക്തിയായി നിന്ന് പെൻഷന് വേണ്ടിയും മറ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയും സമരം ചെയ്യുവാൻ പരിമിതികളുണ്ട്. അതിനാൽ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ കേരള സർക്കാരുകൾ മുന്നോട്ട് വെച്ച ക്ഷേമ പ്രവർത്തനങ്ങളിൽ നാം പങ്കുചേരണം. അതിനാൽ കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച പ്രവാസി ക്ഷേമനിധിയിലും പെൻഷൻ പദ്ധതിയിലും പ്രവാസി തിരിച്ചറിയൽ കാർഡിനും ജില്ലയിലെ മുഴുവൻ അംഗങ്ങൾക്കും എത്തിക്കുവാനുള്ള നടപടികൾ ഇവിടെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ പ്രവാസി തിരിച്ചറിയൽ കാർഡിനും ക്ഷേമ പദ്ധതിക്കുള്ള ഫോമുകൾ വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും അതിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്തരത്തിൽ ഞാൻ ഓർക്കുന്നു, പ്രവാസികളെ പറ്റി ഒരു കവി പറഞ്ഞത്, വെയിൽ നിവർത്തിപ്പിടിച്ച കുട പോലെയാണ് പ്രവാസിയുടെ ജീവിതം. തണൽ തേടുന്നവർ പിടിവിടുന്നേയില്ല, നരയ്ക്കുമ്പോൾ ഒരു മൂലയിൽ ചാരി വയ്ക്കാം. ആരാരും നോക്കാനില്ലാതെ മാറാതെ കിട്ടിയൊരു മൂലയിൽ നിസ്സഹായിരിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ വെൽവെളിച്ചമായി നിറയാൻ ഈ കൂട്ടായ്മയ്ക്കാകണം, നമുക്ക് നൊറാക്കിനാവണം. അതിനോട് തയ്യാറെടുപ്പാകണം ഈ റിപ്പബ്ലിക് ദിന ഒത്തുചേരൽ. അതിനായി എല്ലാ ഭാഗികൾക്കും ജാതി, മത, വർഗ, വർണ്ണ ചിന്തകൾക്ക് അതീതമായി നമ്മുടെ രാജ്യത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യമുണർത്തി മാനവികതയുടെ അഗ്നിദീപങ്ങൾ തെളിയിക്കാം. എന്നെ ശ്രമിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു മിസ്റ്റർ നൈസ. ഇനി ഒരു ചോദ്യമാകാമല്ലേ? വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എനിക്കറിയാം അനേകം പേരുണ്ടാവുമെന്ന് ഉത്തരവുമായി മുമ്പിൽ. ഒരു പ്രാവശ്യം സമ്മാനം കൊടുത്തവർക്ക് വീണ്ടും കൊടുക്കുന്നില്ല എന്നുകൂടി അറിയിക്കുകയാണ്. ചോദ്യം റെഡിയാണല്ലോ അല്ലേ? ഇന്ത്യൻ ദേശീയ ഗാനാലാപനം പൂർത്തിയാക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം എത്രയാണ്? വിച്ച് ഈസ്, ആരാണത്? ആൻസർ കേട്ടില്ല.
50. Sorry. Which is the allotted playing time of Indian national anthem? 56. That's it. കൊള്ളാം. 52 seconds ആണ് ഇന്ത്യൻ ദേശീയഗാനം പൂർത്തിയാക്കുവാനായി അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം. Thank you and congratulations to our little star. അടുത്തതായി റിപ്പബ്ലിക് ദിനത്തെ കുറിച്ചുള്ള ഒരു പ്രസംഗമായി നമുക്ക് മുമ്പിൽ എത്തുന്നു മാസ്റ്റർ ആദിത്യൻ ബിനു. Respected dignitaries and my dear friends, good evening. Freedom in mind, faith in words, pride in our heart. Let's salute our nation on Republic Day. We are Indians, firstly and lastly. Even though India gained freedom on 15th August 1947, India's constitution came into effect only on 26th January 1950. One can say that on this day we became truly self-dependent. This day is celebrated with great enthusiasm and patriotism all over India. We salute all those who have laid down their lives for safety and security of our nation. The Republic Day pledge should be against terrorism and corruption, and we should stand for honesty, which is taught by Mahatma Gandhi, father of our nation. Gandhiji set out 7 social evils which has to be avoided. Politics without principles, wealth without work, commerce without morality, education without character, pleasure without conscience, science without humanity, worship without sacrifice. Let us try our level best to eradicate such social evils which are powerful in our society today. On this special day, let us promise our motherland that we will do everything to enrich and preserve our heritage, our ethos, our treasure. Wish you all a very happy Republic Day. Jai Hind. താങ്ക് യു ആദിത്യൻ. ഇനി എത്തുന്ന ആശംസാ പ്രാസംഗികൻ നിങ്ങൾക്ക് സുപരിചിതനാണ്. നറാക്കിന്റെ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചടുല വ്യക്തിത്വം, നറാക്ക് ഉപദേശക സമിതി അംഗവും നമ്മുടെ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മുഖ്യ കാര്യദർശികളുടെ ഒരാളുമായ മിസ്റ്റർ ജോസഫ് മാത്യുവിനെ ആശംസാ പ്രസംഗത്തിനായി ഹൃദ്യമായി ക്ഷണിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന നമ്മുടെ അധ്യക്ഷൻ ശ്രീമാൻ ജഗിമോൻ ജോസഫ്, ഞങ്ങളുടെ ചെയർമാൻ എല്ലാമായ ഇബ്രാഹിം മാത്യു, അതുപോലെ വൈസ് പ്രസിഡന്റ് സണ്ണി വട്ടമല, അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സ് ഡോക്ടർ ഹരീഷ് കുമാർ, മിസ്റ്റർ സേവിയർ ജോസഫ്, അതുപോലെ നമ്മളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സായ ശ്രീമാൻ സജീവ് വർഗീസ്, അതുപോലെ നൈസാം കാഞ്ഞിരപ്പള്ളി, അതുപോലെ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ റൂബി മാം, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രശസ്ത വ്യക്തികളെ, മാതാപിതാക്കളെ, നമ്മുടെ താഹാ സാഹിബിനെ ഞാൻ വിട്ടുപോയി. താഹാ സാഹിബ് നിറഞ്ഞ വ്യക്തിത്വമാണ്, അതിനെന്നോട് ക്ഷമിക്കുക. താഹാ സാഹിബ്, ബാക്കി മറ്റ് നൊറ കുടുംബാംഗങ്ങളെ, ഈ സന്ധ്യാവേളയിൽ നമ്മൾ ഈ 64ാമത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആചരിക്കുവാൻ വേണ്ടി, ആഘോഷിക്കുവാൻ വേണ്ടി ഇവിടെ കൂടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ന്യൂ ഇയറിന്റെ ആശംസകൾ കൂടി നേരുവാൻ വേണ്ടിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ആ കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് നൊറാക്ക് അസോസിയേഷൻ കുറച്ച് പുറകോട്ട് പോയി, എങ്കിലും ഞങ്ങൾ റിപ്പബ്ലിക് ഡേക്ക് മുന്നോട്ടാണ്. 2 ദിവസം നേരത്തെ തന്നെ ഞങ്ങൾ റിപ്പബ്ലിക് ഡേ സംഘടിപ്പിച്ചു. റിപ്പബ്ലിക് ഡേയുടെ 64ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ്. നമ്മൾ 63 കൊല്ലം പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് അവിടെ മുതലുള്ള നമ്മുടെ പുരോഗമനം നമുക്ക് ജഗിമോൻ ജോസഫ് പറഞ്ഞതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ എന്തുമാത്രം അച്ചീവ് ചെയ്തു, ഇന്ത്യ ഇന്ന് എവിടെ നിൽക്കുന്നു. അതുപോലെ
1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അന്ന് നമുക്കൊരു ഭരണഘടനയില്ലായിരുന്നു. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അന്ന് രൂപീകരിച്ചു. ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിൽ. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഒരു 3 കൊല്ലത്തിനുള്ളിൽ തന്നെ ആ ഒരു സംരംഭം പൂർത്തിയാക്കി ഒരു ഭരണഘടന ഇന്ത്യക്ക് സംഭാവന ചെയ്തു. അതുവരെ നമ്മൾ ഒരു ഭരണഘടന എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തത്വ സംഹിത അല്ലെങ്കിൽ ഒരു നീതി പുലർത്തുവാനുള്ള ഒരു ഔട്ട്ലൈൻ ഇല്ലാതെ നമുക്കൊരു രാജ്യം ഭരിക്കുവാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ടെമ്പററിയായി 1935 ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ടായിരുന്നു. അതും ഒരു ചെറിയ മിനി ഭരണഘടന പോലെ തന്നെയായിരുന്നു. അതിനെ ആസ്ഥാനപ്പെടുത്തിയാണ് നമ്മളന്ന് ഭരണം നടത്തിയത്. ആ ഒരു 3 കൊല്ലത്തിനുള്ളിൽ, ആ ചുരുങ്ങിയ കാലയളവിൽ അതായിരുന്നു നമ്മുടെ ബേസിസ്, നമ്മുടെ ഭരണഘടനയായിട്ട് ടെമ്പററി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അത് കഴിഞ്ഞ് 1950ക്ക് മുമ്പ് തന്നെ 1949 തന്നെ ഭരണഘടന റെഡിയായി. അപ്പോൾ ജനുവരി 26 തന്നെ അത് തെരഞ്ഞെടുത്തു, ഈ റിപ്പബ്ലിക് ഡേ. അതായത് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന ദിവസം.